കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഞാൻ കഴിഞ്ഞ few years back I was hearing ഒരു TV message. TV ഞാൻ കുറ്റം പറയുന്നില്ല, TV മെസ്സേജസിനും I appear in the TV every week. അവൻ ടെലിവിഷനിൽ ഒരാൾ അപ്പിയർ ചെയ്യുന്നതിനകത്തുള്ള പ്രശ്നമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ TV പ്രസംഗം എന്ന് ഞാൻ ഈ എടുത്തു പറയാൻ കാര്യം, ഇന്ന് ടെലിവിഷനിൽ ഓൾമോസ്റ്റ് ഓൾ മെസ്സേജസ് എന്തിനെ കുറിച്ചാണ്? നിങ്ങൾക്ക് പുഴുക്കളെ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ കേൾക്കുന്ന ഈ പ്രസംഗങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ കൃത്യതയോടെ പറയുന്നത്. ഈ റോമാലേഖനം 8-ാം അധ്യായം തന്നെ പറഞ്ഞ് ഒരാൾ പ്രസംഗിച്ചപ്പോഴത്തേക്ക് അതിന്റെ വേഴ്സ് 32 വായിച്ചിട്ട് അങ്ങനെ പറഞ്ഞു കേട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഈസ് എ പാസ്റ്റർ, ഹി ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് ആസ് എ പാസ്റ്റർ. അദ്ദേഹം അവിടെ വായിച്ച വാക്യം ഇതാണ്, നിങ്ങൾക്ക് എല്ലാവരും വായിക്കുന്ന കാര്യമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? പക്ഷേ നിങ്ങളും കേൾക്കുന്നതായിരിക്കും, ഇതൊക്കെ ആയിരിക്കും എല്ലാവരും പറയുന്നു. സകലതും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകാനായിട്ട് ഇതാ കർത്താവ് വന്നിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, പൗലോസിനൊരു അബദ്ധം പറ്റി. പൗലോസ് ശൂലം മാറി കിട്ടാൻ വേണ്ടി 3 വട്ടം അപേക്ഷിച്ചു, പിന്നെ പറഞ്ഞതങ്ങ് നിർത്തി. എന്നാൽ വീണ്ടും അപേക്ഷിച്ചിരുന്നെങ്കിൽ ശൂലം മാറിപ്പോയേന്. അതുകൊണ്ട് ശൂലം ഇവിടെ ഇരിക്കട്ടെ എന്നാരും പ്രാർത്ഥിക്കരുത്, ശൂലം മാറാൻ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നാവിൻ തുമ്പത്താ ഇതൊക്കെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രസംഗം. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഇത് കേട്ടിട്ട് അവസാനം ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കാനും ആൾക്കാരുണ്ട്. കാര്യം ശൂലം മാറിപ്പോകുന്ന കാര്യമല്ലയോ, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ, കൃപയല്ലല്ലോ, കൃപ പ്രസംഗിക്കുന്നവനല്ലല്ലോ. പിന്നെ എന്താ, ഞാൻ സാധാരണ പറയാനുണ്ട്, നിങ്ങൾ ഈ കൃപയുടെ അപ്പോസ്തലന്മാരെ കാണുന്നത് വളരെ കുറവാണ്. ഇപ്പം വിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാരെല്ലാവരും വിശ്വാസത്താൽ വീര്യം പ്രവർത്തിക്കുന്ന കാര്യങ്ങളും വിശ്വാസത്താൽ കാര്യങ്ങൾ നേടുന്ന കാര്യവും. ഇദ്ദേഹം എന്നിട്ട് പറയുന്ന കാര്യം ഇതാണ്, ആരും നിങ്ങൾ വേറൊരാൾ പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാര്യം സകലവും നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ആവശ്യം? പൂർണ്ണമായ രോഗസൗഖ്യം, പൂർണ്ണമായ വിജയം. വി ആർ ഹിയർ ടു വിൻ. നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വിജയം, നിങ്ങളുടെ കുടുംബ സമ്പത്തിൽ നിങ്ങൾക്ക് വിജയം, നിങ്ങളുടെ പണത്തിൽ നിങ്ങൾക്ക് വിജയം, വിജയിക്കാൻ വേണ്ടി ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിജയം നമ്മൾ സ്വന്തമാക്കണം. കർത്താവ് സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കും. അത് വാങ്ങിച്ചോണം. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലതും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? ഞാൻ ഈ പറയും, നിങ്ങളോട് തന്നെ പറയുക. ഇപ്പൊ ഇത് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നം കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് എനിക്കറിയാം. ഇത് തന്നെ കേട്ടിട്ടുണ്ട്. ഈ റോമാലേഖനം 8-ാം അധ്യായം വായിച്ചിട്ട് എവിടെയെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഭൗതികമായ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എവിടെയെങ്കിലും എന്താ പോൾ ഇവിടെ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സങ്കടം വരുന്ന, ദേഷ്യം വരുന്ന ശരിയാണോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ദേഷ്യം വരുന്ന ഒരു കാര്യം, വേദപുസ്തകത്തിന്റെ മുമ്പും ഇല്ലാതെ ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് ആളുകൾ ചുമ്മാ മനുഷ്യനെ കളിപ്പിക്കാനായിട്ട് ഈ പറയുന്ന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അത് കേട്ടിട്ട്. അങ്ങനെ ഇങ്ങനെ ഇത് കേൾക്കാൻ എനിക്ക് ദൈവത്തിന്റെ കണ്ണുകൊണ്ട് അവസരമില്ല. എന്റെ വീട്ടിൽ TV ഇല്ല. TVക്കകത്ത് പ്രസംഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല. അതുകൊണ്ട് ഇതെപ്പോഴും കാണാനും മറ്റും ഉള്ള ഗതികളില്ല. പിന്നെ വല്ലയിടത്തും പോകുമ്പം വല്ല വീട്ടിലും വെച്ച് കാണുന്നതേ ഉള്ളൂ. TV ഇല്ലാതെ ഞങ്ങളുടെ പിള്ളേർ വളർന്നതും. അങ്ങനെ TV ഇല്ലാതെ ഞങ്ങളുടെ പിള്ളേർ വളർന്നത് കൊണ്ട് കുറച്ച് പൊതുവിജ്ഞാനമൊക്കെ ഞങ്ങളുടെ പിള്ളേർക്ക് ഇച്ചിരി കുറവാണ്. ഇപ്പോൾ ഒബാമയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ഒന്നും ഞങ്ങളുടെ പിള്ളേർക്ക് അറിയത്തില്ല. പിന്നെ ഒബാമയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണെന്ന് 200 ചാനലുള്ള വീട്ടിലെ പിള്ളേരോട് ചോദിച്ചാലും അറിയത്തില്ല. കാര്യം എല്ലാവരും പറയുന്നത് ടെലിവിഷനിൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകാനാ, ഒരു പൊതുവിജ്ഞാനമൊക്കെ ഉണ്ടാകാനാ. എന്ത് പൊതുവിജ്ഞാനമാണെന്ന് അറിയത്തില്ലയോ TV-യിലൂടെ ഈ കുഞ്ഞുങ്ങളൊക്കെ നേടിയെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചുമ്മാ മനുഷ്യനെ കളിപ്പിക്കാൻ ഈ വർത്തമാനം പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, എന്താണ് ഇവിടുത്തെ സകലതും, എന്താണ് സകലതും, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് സെയ്സ് അബൌട്ട് ദ കമ്മിങ് ഗ്ലോറി, വരാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന്റെ 17-ാം വാക്യത്തിൽ, അല്ലെങ്കിൽ 16-ാം വാക്യം, നാം ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നോക്ക്, ഇറ്റ് സെയ്സ് അബൌട്ട് അവർ ഇൻഹെറിറ്റൻസ്. നമുക്ക് നമ്മുടെ അവകാശത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്താണ് ഇൻഹെറിറ്റൻസ്? അവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ
നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പൊ നമ്മുടെ ഇൻഹെറിറ്റൻസ് എന്താണ്? ഇൻഹെറിറ്റൻസ് മറ്റൊന്നുമല്ല, വരാൻ പോകുന്ന തേജസ്സാണ് നമ്മളുടെ ഇൻഹെറിറ്റൻസ്, വേറെ ഒന്നുമല്ല. വരാൻ പോകുന്നതായ തേജസ് ആണ്. And if children, then heirs, heirs of God and fellow heirs with Christ, provided we suffer with him in order that we may also be glorified with him. So that is the inheritance. നമുക്കുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനോട് കൂടെയുള്ള കൂട്ടവകാശം എന്ന് പറയുന്നത് എന്താണ്? തേജസ്സാണ്, അവനോട് കൂടെയുള്ള തേജസ്കരണം. എന്നിട്ട് അവിടെ താഴോട്ട് പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ വായിക്കുമ്പോൾ 18-ാം വാക്യത്തിൽ, I consider that the sufferings of this present time are not worth comparing with the glory that is to be revealed to us. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതായ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ ഈ കാലത്തിൽ എന്തോ ഉണ്ട്? കഷ്ടമുണ്ട്. ഈ കാലത്തിൽ എന്തില്ല? തേജസ് ഇല്ല. യു അണ്ടർസ്റ്റാൻഡ്? ഈ കാലത്തിൽ നമുക്കുള്ളത് എന്ത് മാത്രമാണ്? കഷ്ടത. ഈ കാലത്തിൽ തേജസ് ഉണ്ടോ? ഇല്ല. തേജസ് നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്നതേയുള്ളൂ. താഴോട്ട് വായിക്കുമ്പോഴാണ്, നിങ്ങൾ ആ വേദഭാഗം ഒന്ന് വായിച്ചാൽ അറിയാം, ഈ തേജസിന്റെ ആഗമനത്തിന് വേണ്ടി സൃഷ്ടി മുഴുവൻ ഈറ്റുനോവോടെ ഇരിക്കുന്നെന്നാണ് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഏദൻ തോട്ടത്തിൽ ആദാമിനെ ദൈവമാക്കിയപ്പോൾ അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരുന്നു. പാപം ചെയ്തപ്പോൾ അവന് നഷ്ടപ്പെട്ടത് ആ ദൈവ തേജസ്സാണ്. യേശു അവന് മടക്കി കൊടുക്കുന്നത് ഇതേ ദൈവ തേജസ്സാണ്. ഏദൻ തോട്ടത്തിൽ ആദാമിന്റെ ശാപം ഭൂമിക്കും കൂടെ വരുന്നത്. കാര്യം, ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നത്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, മനുഷ്യൻ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ നിമിത്തമാണ് ഭൂമിയുടെ ശാപം മാറേണ്ടതും. അതുകൊണ്ട് പുത്രത്വത്തിന്റെ തേജസ് മനുഷ്യൻ പ്രാപിക്കുന്നതിന് വേണ്ടി സൃഷ്ടി മുഴുവൻ ഈറ്റുനോവോടെ ഇരിക്കുന്നു. എന്തുകൊണ്ട്? ആ പുതിയ സൃഷ്ടിയിൽ, ആ പുതിയ അനുഭവത്തിൽ, ആ പുതിയ തേജസ്സിൽ, ആ തേജസ് ആർക്കും കൂടെ ലഭിക്കുന്നു? ഭൂമിക്കും കൂടെ, സർവ്വ സൃഷ്ടിക്കും അതിൻ്റെ ഭാഗവാക്കാകുവാൻ കഴിയുന്നു. ഇതൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അതിനുശേഷമാണ് പറയുന്നത്, അതുകൊണ്ട് നാമും, സൃഷ്ടി മാത്രമല്ല, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇനി താഴോട്ട് വായിക്കുമ്പോൾ 28-ാം വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സർവവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കയറാനിടുന്ന വണ്ടിയെ കയറാതെ ആ വണ്ടി എവിടെങ്കിലും ഇടിക്കുമ്പോൾ പറയുന്നൊരു വാക്കാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ദൈവം നമുക്ക് നന്മയാണ് ചെയ്യുന്നത്, അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ദൈവം നമുക്ക് നൽകുന്ന നന്മ എന്താണെന്നുള്ളത് ആത്യന്തികമായി ആലോചിച്ചാൽ ചെറിയ കാര്യങ്ങൾ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ നന്മ എന്നൊക്കെ വിളിക്കത്തക്ക രീതിയിലുള്ള വലിയ കാര്യമൊന്നും അതിനകത്ത് ഇല്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മാത്രമൊന്നുമല്ല, പലരെയും ഇപ്പം വേൾഡ് ട്രേഡ് സെന്ററിനകത്ത് ബോംബ് വീണപ്പോഴത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടവരെല്ലാം നല്ല വിശ്വാസികളും മരിച്ചവരെല്ലാം പാപികളുമായിരുന്നു? ഒന്നുമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്താ, ഗോപുരം വീണ് തകർന്നവരെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും നിങ്ങളെക്കാൾ പാപികളായിരുന്നത് കൊണ്ടാണ് അവർ ചത്തതെന്നൊന്നും ആരും ചിന്തിക്കണ്ട. അല്ലല്ല, മാനസാന്തരപ്പെടഞ്ഞാൽ നിനക്കും ഇത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ വളരെ നല്ലവരും, അപകടത്തിൽപ്പെട്ട് ചാകുന്നവരൊക്കെ വളരെ മോശക്കാരുമാണെന്നൊക്കെ ചിന്തിക്കുന്നത് വെറും മൗഢ്യമാണ്. അങ്ങനൊന്നുമില്ല. അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവർ ഒരുപക്ഷെ നമ്മളെക്കാളും നല്ലവരൊക്കെ ആയിരിക്കും. കാര്യം അവർ മരിച്ചങ്ങ് ചെന്നാൽ നേരെ സ്വർഗത്തിൽ പോകുന്നുള്ളത് കൊണ്ട് കർത്താവ് അവരെ അപകടത്തിന് ഏൽപ്പിച്ചു കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരു ചാൻസ് കൂടെ തന്നിരിക്കുന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല പലപ്പോഴും നമുക്ക് അപകടമൊന്നും ഉണ്ടാകാത്തത്. എന്താണെന്നറിയാമോ? ഇപ്പോഴേ ചത്തു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും അങ്ങ് ചെല്ലത്തില്ലെന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും കർത്താവ് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു അവസരം കൂടെ തരാനായിരിക്കും ഈ അപകടത്തിലൊക്കെ പെടുത്താതെ പിന്നെ നമ്മളെ ജീവനോടെ
ശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മൾ അത്ര നല്ലവരായത് കൊണ്ടൊന്നും ആകണമെന്നില്ല, ഒരുപക്ഷെ ഇനിയും നന്നാകാനുള്ളത് കൊണ്ടുകൂടെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയുന്നത് എന്നാണെന്നറിയാമോ? അവൻ മുന്നറിഞ്ഞവരെ, വേഴ്സ് 29, തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇതൊരു പ്രോസസ്സാണ്. അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവം മുന്നറിയുന്നു, അല്ലാതെ മുൻ നിയമിക്കുകയല്ല ആദ്യം സംഭവിക്കുന്നത്. ദൈവം മുന്നറിയുകയാണ്. ദൈവം മുന്നറിയുന്നു, മുന്നറിഞ്ഞവരെ അവൻ മുൻ നിയമിക്കുന്നു. ഗാഡ്സ് ഫോർ നോളജ്, പ്രീ ഡെസ്റ്റിനേഷൻ. ആ പ്രോസസ് അങ്ങനെയാണ്. ഫോർ നോളജ്, പ്രീ ഡെസ്റ്റിനേഷൻ, ജസ്റ്റിഫിക്കേഷൻ, ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ, ആൻഡ് ഫൈനലി ഗ്ലോറിഫിക്കേഷൻ, ഗ്ലോറിഫൈങ്. അവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? തേജസ്കരിച്ചു മരിക്കും. തേജസ്കരണത്തിലേക്കുള്ള ഒരു യാത്ര. ആ കാര്യം പറഞ്ഞിട്ട് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? മുകളിൽ പറഞ്ഞ കാര്യമാണ്. തേജസ്കരണത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് നമ്മൾ എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് കാറ് തരുന്ന കാര്യമാണ്? ബെന്റ്ലി കാറ് വാങ്ങിക്കുന്ന കാര്യമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ആണോ? അല്ല. ഈ പറഞ്ഞിരിക്കുന്നത് മുകളിൽ പറഞ്ഞിരിക്കുകയാണ്. അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. പോൾ പറയാണ്, കർത്താവ് നമ്മളെ വീണ്ടെടുത്തിട്ട് വഴിയിൽ കളഞ്ഞു പോവുകയല്ല, തേജസ്കരിക്കപ്പെടുന്നത് വരെയും നമ്മളെ അവൻ താങ്ങി നടത്തി ആത്യന്തികമായി പുത്രന്റെ തേജസ്സിനോട് അനുരൂപപ്പെടേണ്ടതിന് വേണ്ടി നമ്മളെ വിട്ടുകളയാതെ, നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി യേശുവിനെ അവൻ നൽകിയെങ്കിൽ വീണ്ടെടുത്ത നമ്മളെ തേജസ്സിലേക്ക് അവൻ നടത്താതെ ഇരിക്കുമോ എന്നാണ് അവിടുത്തെ ചോദ്യം. നോക്ക്, മീനിങ് എത്ര ഡിഫറൻ്റ് ആണെന്ന് നോക്കുക. നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ വീണ്ടെടുത്ത ശേഷം തേജസ്കരിക്കുന്നത് വരെ, അല്ലെങ്കിൽ തേജസ്കരണം വരെ, അതുവരെ നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ പുത്രത്വത്തിന്റെ അവകാശമായ തേജസ്സും കൂടെ നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആ തേജസ്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഓരോ ദിവസവും എന്താണ് വരാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചുള്ള തിരിച്ചറിവിൽ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ട് ഞരങ്ങിക്കൊണ്ട് ഹൃദയത്തിൽ ഞരക്കത്തോടുകൂടെ ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളെയും കാണുമ്പോൾ, ഭൂമിയിലെ ഓരോ തേജസ് കാണിച്ചുകൊണ്ട് പിശാച് നമ്മളെ നിത്യതയുടെ തേജസ്സിൽ നിന്ന് വഴിതെറ്റിക്കുവാൻ നോക്കുമ്പോൾ ഞരക്കത്തോടുകൂടി ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രീഡെസ്റ്റൈൻഡ് ആയിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ മുൻ നിയമിച്ചിരിക്കുന്നത്, എന്താണ് എനിക്ക് വേണ്ടി എൻ്റെ സ്വർഗസ്ഥ പിതാവ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ അനുനിമിഷം ജീവിച്ച് ഞരക്കത്തിൽ ജീവിക്കുന്ന ഒരു സ്റ്റേജ്. അതാണ് വാസ്തവത്തിൽ എന്താണ് കരയുന്നവർ അവരുടെ ഭാഗ്യാവസ്ഥയുടെ രണ്ടാമത്തെ അല്ലെങ്കിൽ മറ്റൊരു ഫേസ് എന്ന നിലയിൽ ഞാൻ പറയുന്നത്. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. ദേ ഷാൽ ബി കംഫർട്ടഡ്. ആശ്വാസം എന്നുള്ള വാക്ക് ഇറ്റ് സേസ് അബൌട്ട് എ റെസ്റ്റ്. നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. കർത്താവ് തരുന്ന വലിയ ഒരു കാര്യമാണ് ആശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് തോളെ തട്ടിയുള്ള ഒരു ആശ്വാസ വചനം മാത്രമല്ല അവിടെ മീൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് സംതിങ് മോർ ദൻ ദാറ്റ്. വാട്ട് ഈസ് ഇറ്റ്? ഈസ് റെസ്റ്റ്. ഒരു വിശ്വാസിക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു വലിയ പദവിയാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഈസ് നോട്ട് ഡിസ്ട്രാക്റ്റഡ്, ഹിസ് തിങ്കിങ് ഈസ് നോട്ട് ഡിസ്റ്റോർട്ടഡ്. പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകുന്ന ഒരു മനസ്സല്ല അവൻ്റേത്. ഈസ് ഹാവിങ് റെസ്റ്റ്, ആശ്വാസം, കംഫർട്ട്. കംഫർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈവൻ ഫോർ ദ ഹോളി സ്പിരിറ്റ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഈസ് എ കംഫർട്ടർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ് കംഫർട്ടർ? One who is standing with us and strengthening us. നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ശക്തീകരിക്കുന്നവൻ എന്ന അർത്ഥമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ ഒരു വാക്ക്.
ഹൃദയത്തകർച്ചയോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയും പാപങ്ങളെ ഏറ്റുപറയും അനുതപിക്കുകയും ചെയ്യുമ്പോൾ എന്ത് തരുന്നു? ദൈവം നമുക്ക് ആശ്വാസം തരുന്നു, കംഫർട്ട് തരുന്നു, റെസ്റ്റ് തരുന്നു. എപ്പോഴാണ് നമുക്ക് റെസ്റ്റ് ഉണ്ടാകുന്നത് അറിയാമോ? നമുക്ക് റെസ്റ്റ് ഉണ്ടാകുന്നത് ഒരു സമയത്താണ്. when we are freed from our sins. സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പാപത്തെ ദൈവത്തോട് അറിയിക്കാതെ ഇരുന്നപ്പോൾ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ എന്നാണ് പറയുന്നത്. പക്ഷെ മിണ്ടാതെ ഇരുന്നപ്പോഴല്ല, ഞാൻ എൻ്റെ പാപത്തെ ദൈവത്തോട് അറിയിക്കാതിരുന്നപ്പോൾ അതെൻ്റെ ശരീരത്തെ ആകെ കാർന്നു തിന്നുന്ന, എൻ്റെ അസ്ഥിയിൽ വേദനയായി തീരുന്ന ഒരു സ്റ്റേജ്. പക്ഷേ ഞാൻ എൻ്റെ പാപത്തെ കർത്താവിനോട് അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പാപം എനിക്ക് ക്ഷമിച്ചു തന്നു. എനിക്ക് റെസ്റ്റ് ഉണ്ടാവുകയാണ്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ